ഒരു ഫിസിസ്റ്റ് തൻ്റെ ലാബിലെ പരീക്ഷണങ്ങൾക്കിടയിൽ അവിചാരിതമായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇൻവിസിബിൾ റേസ് ഇന്നത് ലോകമറിയുന്ന എക്സ്റേസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മെഡിക്കൽ ഫീൽഡിൻ്റെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമായി മാറിയതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. ഒരു ദിവസം ഒരു ഫിസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലാബിലെ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഗ്ലാസ് ട്യൂബിൽ ലോ പ്രഷറുള്ള ഗ്യാസസ് വെച്ച് അതിൽ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റിയെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഫ്ലൂറസെൻറ്റ് സ്ക്രീൻസ് ഗ്ലോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതോ ഒരു ഇൻവിസിബിൾ റേസ് വന്ന് അവിടുത്തെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിനെ ഫോഗ് ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ഇലക്ട്രോഡ്സ് ഒരു ഇൻവിസിബിൾ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ ഇൻവിസിബിൾ റേസിനെ പറ്റി അദ്ദേഹം കൂടുതലായി പഠിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് സാധാരണ ഒരു റേ അല്ല, ഇവയ്ക്ക് പെനിട്രേറ്റിംഗ് പവർ കൂടുതൽ ഉണ്ടെന്നും ഈ റേസ് ബ്ലാക്ക് പേപ്പറിൽ കൂടെയും തിക്കറായിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പെനിട്രേറ്റ് ആയി വരുന്നുണ്ടെന്നുള്ള കാര്യം. ഇതേ റേസ് മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്റ്റ് ആവുന്നില്ല എന്നും കൂടി അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് നോട്ട് ചെയ്തു. ഇതുകൊണ്ട് ഈ റേസിന് ചാർജ് ഒന്നുമുള്ള പാർട്ടിക്കിൾ അല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഈ ഇൻവിസിബിൾ റേസിൻ്റെ നേച്ചർ എല്ലാം കൂട്ടി വായിച്ചപ്പോൾ അദ്ദേഹം ഈ റേസിന് ഒരു പേര് നൽകി. അതാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ഒഴിച്ചുകൂടാനാകാത്ത എക്സ്റേസ് എന്ന് പറയുന്ന കണ്ടുപിടുത്തം. ഈ എക്സ്റേയുടെ കണ്ടുപിടുത്തം നടത്തിയ ആളാണ് ജർമ്മൻ ഫിസിസ്റ്റായ WC റോഞ്ചൻ അഥവാ വില്യം കോൺറാഡ് റോഞ്ചൻ. അദ്ദേഹം ഈ എക്സ്റേ കണ്ടുപിടിക്കുന്നത് 1895 നവംബർ 8-നാണ്. അദ്ദേഹം എടുത്ത ആദ്യത്തെ എക്സ്റേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നയുടെ ഹാൻഡ് എക്സ്റേ ആണ്. വേൾഡ് ഫസ്റ്റ് എക്സ്റേ. അതിൽ അവരുടെ വെഡ്ഡിംഗ് റിങ്ങും ഇൻക്ലൂഡഡ് ആണ്. WC റോഞ്ചൻ്റെ എക്സ്റേസ് പിന്നീട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഷോർട്ട് വേവ് ലെങ്ത് കാറ്റഗറിയിൽ ഇടം നേടി. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1901 നൊബേൽ പ്രൈസും ലഭിച്ചു.